പൂരാച്ചി താണ്ട സ്കൂളിൽ ചുരിദാറേ ഇടും ഞാൻ ചുരിദാറേ ഇനി ഇടും ഞാൻ ചുരിദാറേ നിങ്ങൾ എന്റെ ബാക്കിൽ കയറിക്കാതെ മാനേജർ വിളിച്ച് സംസാരിക്കും മനുഷ്യ. എന്താ തലയിരിക്കുമ്പോ വാലാടണോ? എന്തോന്ന് തലയായിട്ട് നീ നിൽക്കുമ്പോ വാല് ഞാൻ കിടന്ന് ആടണോന്ന്. നിങ്ങൾ ഇത് കേക്കണം. ഇന്നേക്ക് 5 ദിവസമായി ഞാൻ എന്റെ പിള്ളേരെ ഇത് കണ്ടിട്ട്. നമ്മൾ ഇന്നോണ പറയല്ലേ കേട്ടാ. ഇന്ന് രാവിലെ അവിടെ നമ്മളെ പിള്ളേരെ കണ്ടിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ പിള്ളേരെ കാര്യമാണ്, സ്കൂളിലെ പിള്ളേരെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. ടെസ്റ്റിന്റെ പടമില്ലാതെ എനിക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അത് ശരിയാ. ടെസ്റ്ററിന്റെ മണമില്ലാത്തോണ്ട് കൊച്ചിന്റെ പാമ്പേഴ്സ് കെട്ടിപ്പിടിച്ചാണ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്. ചൂരലെടുക്കാത്തതുകൊണ്ട് എന്റെ കൈ വിറയ്ക്കുന്നത് കണ്ടോ? ഇന്നലെ ചൂരക്കറിക്ക് ഉപ്പ് കൂടിയതും കൊണ്ട് എന്നെ ഭിത്തി ചേർത്ത് ചിടിച്ചപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. മനുഷ്യ കുറെ നേരം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്റെ ഭർത്താവല്ലേ? അതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലേ? പിന്നെ നാട്ടുകാരെന്ത് വിചാരിക്കും? എനിക്ക് ബഹുമാനം ഇല്ലെന്നല്ലേ വിചാരിക്കൂ. അതൊക്കെ നിനക്ക് അറിയാം. അപ്പം അയ്യോ, ഏത് കുട്ടിയാ മിസ്സിംഗ് ആയത്? അഹമ്മദ് കുട്ടി ഐസും കൊണ്ട് പോയതല്ലേ? അല്ല, സ്കൂളിൽ ബെല്ലടിച്ചതാ. ആ മൂടങ്ങ് പോയി. ഇനി 1 മണിക്കൂർ ഉറങ്ങണമല്ലേ? സാറേ, സാറിന്റെ ഉദ്ദേശം എന്തുവാ? പറഞ്ഞില്ലേ, ഉറങ്ങണം, എണീക്കണം, ഉച്ചക്കഞ്ഞി കുടിക്കണം, വീണ്ടും കിടക്കണം. അതല്ല, ഞാൻ ചുരിദാറിട്ടോണ്ട് ഇവിടെ കേറിയെന്ന് പറഞ്ഞ് നിങ്ങളെന്നെ പുറത്താക്കിയിട്ട് ഇന്നേക്ക് 5 ദിവസമായി. തിങ്കളാഴ്ച തുടങ്ങിയ സമരം വെള്ളിയായി. വെള്ളി 2 ദിവസം ഇനിയിപ്പോ ശനി ഞായറും അവധി എടുക്കാനി. തിങ്കളാഴ്ച രാവിലെ വന്ന് സമരം ചെയ്യണം കേട്ടാ. കഴിഞ്ഞ 5 ദിവസമായിട്ട് ഞാൻ ഇവിടെ കൂടെ ഇവിടെ ഒന്ന് കുത്തിയിരിക്കാണ്. ഇവിടെ നിനക്ക് നിന്റെ പെണ്ണുമ്പിളയ്ക്കും പ്രാന്താടാ. ഇവിടെ ഈ സ്കൂളിൽ ഇത്രയും ബാത്റൂം കെട്ടിയിട്ടിട്ടില്ലേ? അല്ലെങ്കിൽ നിനക്ക് ഇരിക്കണമെങ്കിൽ അതൊന്നൊരു ബെഞ്ച് എടുത്തിട്ട് ഇവിടെ വന്ന് ഇരുന്നൂടെ? സാറേ, നിങ്ങൾക്ക് എന്റെ ഭാര്യ എടുക്കാൻ പറ്റുമോ? എങ്ങനെ? നിങ്ങൾക്ക് എന്റെ ഭാര്യയെ തിരിച്ചെടുക്കാൻ പറ്റുമോന്ന്? അമ്പിളി ടീച്ചർക്ക് എന്താ പറയാന്? ഞാൻ അതിനല്ലേ സാർ കാത്തിരിക്കുന്നേ. അപ്പൊ ദൈവം അറിഞ്ഞങ്ങ് തരികയാണ്. എവിടെ പോണ്? നീ അല്ലേ പറഞ്ഞ നിന്റെ പെണ്ണുമ്പിള്ളേനെ എടുക്കണോന്ന്? എന്റെ പൊന്ന് സാറേ, ഒരു ഇത്തിപ്പോലെ സ്നേഹം ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളോണ്ട് പറയണം. ചെന്ന് കേറി കൊടുക്കല്ലേ തലയിലാവും. ഊത്താപ്പിക്കിരി വർത്താനം ഇവിടെ സംസാരിക്കണ്ട. ഇത് ശരിയാണ്, അവള് പറഞ്ഞത് ശരിയാണ്. സാർ ഊത്താപ്പിക്കിരി സംസാരമാണ് സംസാരിക്കുന്നത്. നീ ജങ്കാപ്പിങ്കിരി സംസാരം എന്റെ അടുത്ത് സംസാരിക്കല്ലേ? ഞാൻ തോന്നുന്നു നിന്റെ പെണ്ണുമ്പോൾ ഒരു ഊത്താപ്പിക്കിരി പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചില്ലല്ലോ എന്താ പിങ്കിരി. പിന്നെ നീ എന്റെ ജിങ്കാപ്പിങ്കിരിക്ക് പിടിക്കുന്നത്? ശരി, താന്റെ ചിന്താപിങ്കിരി അവിടെ ഇരുന്നോട്ടെ, ഞാൻ പിടിക്കുന്നില്ല. ഗോപി, നിന്റെ ചിന്താപിങ്കിരി അവിടെ ഇരിക്കട്ടെ, ഞാൻ ഗോപി. സാറേ, എന്നെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല ഇതിൽ നിന്നും. അമ്പിളി ടീച്ചർ ഒരു കാര്യം മനസ്സിലാക്കണം, വാശി കാണിക്കരുത്. വാശിയാണ്, പിന്തിരിയില്ല. വാശി കാണിക്കരുത്. കാണിക്കും. നിന്റെ കൂടെ വന്ന കിഴങ്ങ് ഇറങ്ങിപ്പോയി. അവിടെ നിക്കുന്നേ അട്ടി അക്കച്ചി. പിന്നെ ഇപ്പൊ പിന്തിരിഞ്ഞ് നോക്കിയതാ. വെട്ടൊന്ന് മുറിരണ്ട സ്വഭാവമാ. അമ്പിളി ടീച്ചറെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. 3 കഷ്ണമായിട്ട് മുറിക്കണം. എന്തിന്? നമ്മള് 3 പേരില്ല, ആ പാവപ്പെട്ടവന് ഒരു കഷ്ണം കൊടുക്കണം. അതല്ല, അങ്ങനെ ഗുണ്ടാണെന്ന്. ഗുണ്ടേ? അമ്പിളി ടീച്ചർ ഒന്ന് മാറ്. ഒരു ഗുണ്ടേനെ കണ്ട എനിക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കണം. ഉടപ്പറന്നോനെ, ഗുണ്ട ഉണ്ടാവുന്ന എങ്ങനെയാണ്? അത് ഈ ഗോതമ്പാവ് ശർക്കര കൊണ്ട് ഇളക്കിയിട്ട് എണ്ണക്കകത്ത് ഇട്ട് കൊടുത്താൽ മതി. ഗുണ്ട ഉണ്ടാക്കുന്ന കാര്യമല്ല, ഗുണ്ട ഉണ്ടാവുന്നത് എങ്ങനെ? അത് പറഞ്ഞുതരാം. കമോൺ. വന്നില്ലേ എങ്കിൽ ഞാൻ അങ്ങോട്ട് കമ്മ. അതെ, ഇപ്പൊ ഞാൻ ഒരുത്തനെ അടിക്കാൻ ചെല്ലാന്ന് വെച്ചു. അവനാണ് അവിടെ കയ്യൂക്കെങ്കിൽ അവൻ ഗുണ്ട. അവിടെ എനിക്കാണ് കയ്യൂക്കെങ്കിൽ ഞാൻ ഗുണ്ട. ഇവിടെ സാറിന് കയ്യൂക്കൊണ്ട ഇല്ല, അപ്പൊ ഞാൻ തന്നെ ഗുണ്ട. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. സ്കൂളിന്റെ പടി പോലും കാണാത്ത നിന്റെ അടുത്ത് സംസാരിച്ചിട്ടേ കാര്യമില്ല. അതാണ്ട് ഒരുമാതിരി അങ്ങനത്തെ സംസാരിക്കില്ല. ഞാനും കുറെ സ്കൂളും സാറുമാരെയൊക്കെ കണ്ടിട്ടുള്ള തന്നെ. എപ്പോഴും ഇപ്പൊ ചോറും കൊണ്ടുവന്നപ്പോ ഇറങ്ങടാ, എന്റെ സ്കൂളിൽ നിന്ന് ഇറങ്ങടാ. പറയാണ്ട് എന്നെ ബുദ്ധിയില്ലാത്തവനാക്കല്ലേ. എനിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് എന്നും രാവിലെ ഞാൻ സൂക്കേടൊക്കെ ശരിയാക്കുന്നത്. ഡോക്ടറാ? അല്ല, പിന്നെ നീ രാവിലെ എനിക്ക് സൂക്കേടൊക്കെ മാറ്റുമെന്ന് പറഞ്ഞു. അല്ലത് ഈ പത്രത്തിൽ വരുന്ന സൂക്കേടല്ലേ, നമ്മൾ ഈ ചതുര കോളത്തിനകത്ത് നമ്പരൊക്കെ എഴുതി വിടുന്നു. ആരങ്ങനെ പറഞ്ഞോ? ഞാൻ ഇങ്ങനെ പറഞ്ഞോളാം. ഇടാ, ഇതൊക്കെ പറയാൻ നീ ആരാണ്? ഞാനാ? ഞാൻ തെക്കതിലൻ ഗോപി. നീ തെക്കി നോക്കി കൂവേ, പടിഞ്ഞാറോട്ട് ഓടെ. അതെന്റെ പ്രശ്നമല്ല, വന്ന കാര്യം പണ. സാറേ, എന്നെ വെറും ബുദ്ധിയില്ലാത്തനാകല്ലേ. സാറ് ചോദ്യം ചോദിച്ചാൽ ഉത്തരമൊക്കെ പറയാൻ എനിക്കറിയാം. അപ്പൊ ബുദ്ധി ഉണ്ടെന്നാണ് നീ പറയണത്? അതെ. അങ്ങനെയാണെങ്കിൽ 2 ചോദ്യം ചോദിക്കാം. ചോദ്യം. AD 457 എന്ത് സംഭവിച്ചു? സാറാണ്ട് ഒരുമാതിരി അഴുക്ക വർത്തനം എന്നോട് സംസാരിക്കുന്നത്. അന്ന് നിങ്ങളുണ്ടാ? ഇല്ല. ഞാൻ ഉണ്ടാ? ഇല്ല. ഈ പറയുന്ന എന്റെ അമ്പളി ഉണ്ടാ? ഇല്ല. നമ്മൾ ആരും ഇല്ലാത്തതിന്റെ കാര്യത്തെ പറ്റി നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു. ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു സാറല്ലേ, അത് ആ മര്യാദ കാണിക്കട്ടെ. അമ്പളി ടീച്ചറെ, ചെറുക്കൻ പറഞ്ഞ ശരിയാണ്. അല്ലപ്പ എന്റെ കയ്യിലാണ് തെറ്റ്. ഞാൻ ചോദിക്കാൻ പാടില്ല അല്ലേ? വേറെ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഐസക് ന്യൂട്ടന്റെ തലയിൽ ഇടുത്തി വല്ല വീണ? എടാ, ആപ്പിള് വീണപ്പോ എന്ത് സംഭവിച്ചു? പുള്ളി മാറിയിരുന്ന് കാണും.
ഇല്ല അല്ലാതെ നിങ്ങളെ തലയിൽ ആപ്പിൾ വന്ന് വീണാ നിങ്ങൾ വീണ്ടും അവിടെ തന്നെ ഇരിക്കും. ഇല്ല ഞാൻ മാറി. അതുപോലെ തന്നെ പുള്ളി മാറിയിരുന്നു. എടാ ഭൂഗുരുത്ത ആകർഷണമാണ് കണ്ടുപിടിച്ചതെന്ന്. അത് തെറ്റാണ് സാറേ. അത് എനിക്ക് ഈ ഗുരുത്താകർഷണം പല സമയത്തും കിട്ടാറില്ല. നിനക്ക് എപ്പോഴാണ് ഇത് കിട്ടാത്ത? ഇവളെ ഇന്ന് കവളി പടലിന്റെ മണ്ടയ്ക്ക് അടി കൊള്ളാൻ പറ്റും. സാറേ ഇതല്ലാതെ വേറെ എന്ത് പ്രശ്നമാ സാറേ എനിക്കുള്ളത്? അമ്പിളി ടീച്ചറെ നിങ്ങളെ കുറിച്ച് കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. എന്ത് കുറ്റം? 8C പഠിക്കണ കുറ്റം കുട്ടപ്പന്റെ മോൻ ടീച്ചറെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. സാറേ ആ ചെറുക്കന്റെ അച്ഛന്റെ പേരെന്തെന്ന് പറഞ്ഞ കുറ്റം കുട്ടപ്പായി. അന്തേരെ പേര് തന്നെ ഇത്രയും വലിയ കുറ്റം കിടക്കണം. പിന്നെ ചെറുക്കന് കുറ്റം പറയായിരിക്കും. എന്താ അത് വിട്. നിങ്ങൾ ഇവിടെ ക്ലാസ് സമയത്ത് പിള്ളേരെ വെച്ച് റീൽസ് എടുക്കാറില്ലേ? അത് എന്റെ എന്റർടൈൻമെന്റിന് വേണ്ടിട്ട്. ഞാൻ ടീച്ചറിന്റെ കൂടെ എത്ര കാലം കൊണ്ട് പറയണ് നമുക്കൊരു കൊളാബ് ചെയ്യാന്ന്. എനിക്കും വേണ്ട ഒരു എന്റർടൈൻമെന്റ്. 5 വർഷമായി ഞാനും ഇവള് കല്യാണം കഴിച്ചിട്ട്. ഞാനും ഇൻസ്റ്റയിൽ കുറെ റീലൊക്കെ ചെയ്യുന്ന തന്നെ. ഇന്നേവരെ എനിക്ക് ഇവളൊരു കൊളാബ് വന്നിട്ടില്ല. നീ ഇൻസ്റ്റാ റീൽ ചെയ്യോ? പിന്നെ എന്റെ റീല് കണ്ടിട്ടില്ല. എന്റെ പച്ചപ്പുള്ള സാറ് കണ്ടിട്ടില്ല. പച്ച തെറി ഞാൻ വിളിക്കും മാറിയില്ല. സാറിന്റെ പച്ചപ്പുള്ള കണ്ടോ? അടിപൊളിയാണ്. കാണിക്കട്ടാ. കാണിക്കട്ടെ. പച്ചപ്പുള്ള 5 പേരൽ 5ക്കും 10ക്കും വില സെഞ്ച മുന്താനെയിൽ തോർത്തു കൊടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ നടന്ന. നീ എവിടെയെങ്കിലും ഇറങ്ങി പോടാ. ബാക്കിയുണ്ട് സാറേ. ബാക്കി ഞാൻ മറന്നു സാറേ. അതുകൊണ്ട് അങ്ങാട്ട് പോയി ആലോചിക്കും. ശരി ഞാൻ വരുന്നു. അമ്പിളി ടീച്ചറെ സാരി ഉടുക്കാതെ ഇവിടെ കയറാൻ പറ്റൂല സാറേ. എന്നാലും അത് അങ്ങനെ പറഞ്ഞ എങ്ങനാ സാറേ? ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റൂല. ഞാൻ ഇവിടത്തെ അടി ഇടിയും കലത്ത് വെച്ച് വിടിയെ വെടുത്ത് വെച്ചാ പോക്കിരി പൊങ്കൽ പോക്കിരി പൊങ്കൽ പൊങ്കൽ പൊങ്കൽ. എങ്ങനെയുണ്ട് സാറേ എന്റെ പച്ചപ്പുള്ള? പച്ച മടല് വെട്ടി അടിക്കണോടാ നിന്നെ. പച്ച മടല് ചിരട്ടാരെ മുട്ട് ഞാൻ ചവിട്ടി പൊട്ടിക്കും ഞാൻ. ടീച്ചറെ സാരി ഉടുത്തോണ്ട് വരാൻ പറ്റോ ഇല്ലേ? സാരി ഉടുത്തോണ്ട് വരണം സാറ് പ്ലീസ് സാറേ. അവിടെ അവിടെ ഇടാ നിനക്കെന്തടാ? വേറൊരു സാധനം ഉണ്ട് സാറേ. അതെന്തോന്ന്? അത് സാറ് അടിപൊളിയായിട്ട് വർക്കാവും. സാറേ അടിപൊളിയായിരിക്കും. വേറൊരു സാധനം അറിയും നിന്നെ ഞാൻ. അറിയോന്ന് വെച്ചാ അമ്മച്ചാണ് അറിയും. അമ്പിളി ടീച്ചർ പേടിച്ചാ? പേടിക്കേണ്ട കാര്യമില്ല. ഗോപി ശബ്ദം ഉണ്ടാക്കരുത്. ശരി. അതെന്തുവാ ശബ്ദം ഉണ്ടാക്കല്ലേന്ന് പറഞ്ഞു. ഇത് ചത്ത. ഇത് മാപ്പിളയും മണ്ടാട്ടിയും കൂടെ കൊല്ലാതിരുന്നാ അത് ചത്തിട്ടില്ല. ഇത്ര നേരം എന്റെ കുറ്റങ്ങളല്ലേ? എന്റെ ഏതെങ്കിലും നല്ല കാര്യം പറ സാറേ. അതിന് ടീച്ചർ ഈ സ്കൂളിന് വേണ്ടി എന്തോ നല്ല കാര്യം ചെയ്ത്. അപ്പൊ സാർ അറിഞ്ഞില്ലേ? ഇവിടെ യൂത്ത് ഫെസ്റ്റിവൽ നടന്നപ്പോ ഞാനല്ലേ പിള്ളേരെ ഓട്ടം തുള്ളൽ പഠിപ്പിച്ചത്. അമ്പിളി ടീച്ചർ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ തുള്ളിക്കൊണ്ട് ഓടണതല്ല ഓട്ടം തുള്ളൽ. അങ്ങനെയാണ് കരകാട്ടം ആടിയതോ? അന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഇവിടത്തെ കര അറിയാതെ കിടന്ന് ഓടിയത്. സാറേ ഈ സ്കൂളിൽ ഓരോ കാര്യങ്ങളും സൂക്ഷിച്ചു വെക്കാറില്ലേ? അത് ശരിയാണ്. ഉണ്ട ശർക്കരയാണെന്നും പറഞ്ഞ് ഷോർട്ട് പിട്ട് എറിയണ ബോൾ എടുത്ത് ചോറ്റോത്രത്തിട്ട് അടച്ചോണ്ട് പോയ മോളാണ് ടീച്ചർ. അതെന്തായാലും എന്താ? ചുരിദാർ ഇട്ട് പഠിപ്പിച്ചാലും സാരി ഉടുത്ത് പഠിപ്പിച്ചാലും എന്താ സാറേ കുഴപ്പം? എന്റെ പൊന്നു പൊണ്ണുമ്പോൾ നിങ്ങൾക്ക് സാരി ഉടുത്തോണ്ട് ഈ സ്കൂളിൽ വന്ന എന്തായാലും പ്രശ്നം? എന്റെ ചേട്ടന് ഇഷ്ടമല്ല സാറേ. എടാ കണേ എനക്കൊരു സാരി വാങ്ങിച്ചു കൊടുത്ത എന്തൊരു പ്രശ്നം? അതിൽ കാര്യമുണ്ട് സാറേ. അത് കാര്യമുണ്ട് സാറേ. അത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ വൈഫ് സാരി കൊടുക്കാറുണ്ടോ? സാരി കൊടുക്കും. അപ്പൊ സാരിക്ക് പ്ലീറ്റ് ആരാണ് പിടിച്ചു കൊടുക്കുന്നത്? അവള് തന്നെ പിടിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവക്ക് സാരിയുടെ പ്ലീറ്റ് ഞാൻ പിടിക്കണം. എത്ര പിടിച്ചാലും ഒക്കൂല. എത്രയെന്ന് പോലും സാറേ ഒരു മനുഷ്യ മുട്ടും കുത്തിയിരുന്ന് പ്ലീറ്റ് പിടിക്കുന്ന അറിയില്ല. സാറേ ഇനി എന്റെ ഭാര്യ കേട്ടോ സാറേ? പള്ളീത്തെ പറഞ്ഞാ മതി. അപ്പൊ ഇനി സാരി കൊടുക്കാൻ ഇതിനകത്ത് കേട്ടത്തില്ല. നടക്കില്ല. അമ്പിളി എന്താ സാരി കൊടുക്കാൻ തോന്നുന്നില്ല സാറേ. ഓടാ കിഴങ്ങ. അമ്പിളി എന്താ? നമുക്ക് പോയിട്ട് നാളെ വരാം. സാറിന് ഇന്നത്തെ മൂഡ് അത്ര ശരിയല്ല. ഓയ് നിങ്ങൾ എന്ന് പോയിട്ട് വന്നാലും എന്റെ ഇത്രേ ഉള്ളു. ഇതേ കാണാൻ പറ്റും. നിങ്ങൾ രണ്ടുകൂടെ എന്നെ ഇട്ടിങ്ങനെ പ്രാന്ത് പിടിപ്പിക്കില്ലേ? നിങ്ങൾ രണ്ടിനിടയിൽ ഞാൻ പ്രാന്താവേണം. സ്കൂളിൽ വന്ന് ചൂടാവാ. കൺട്രോൾ വേണം ജീവിതത്തിൽ. കൺട്രോൾ വേണം. കൺട്രോളിലെ ജീവിക്കാൻ പാടുള്ളൂ. സാറിന് ഭയങ്കര കൺട്രോൾ ആണ്. പിന്നെ ഞാൻ വീട്ടിലും നാട്ടിലും സ്കൂളിലൊക്കെ ഭയങ്കര കൺട്രോൾ ഉള്ള മനുഷ്യനാണ്. ഭാര്യ ആശുപത്രിയിൽ 9ാമത്തെ പ്രസവിച്ചിടാക്കും. കൺട്രോൾ. അമ്പിളി സാറിന് അതിന്റെ അർത്ഥം പറഞ്ഞൂടാ. നീ നിന്റെ പെണ്ണുമ്പിള്ളയും കൂടെ ഇവിടെ വന്ന് കുറെ നേരം കൊണ്ട് ഷോ കാണിക്കുന്നു. ഈ കെട്ടിപ്പൊക്കെ എന്റെ സ്കൂളിൽ എന്റെ ചോര നീരുവാണ്. നീര് പറഞ്ഞത് ഓക്കെ, ഞാൻ സമ്മതിച്ചില്ല. ഇതിനകത്ത് എവിടെ ചോര? എന്റെ നീരും നിന്റെ ചോരയും അതുപോലെ മതി. ഗോപി സാറേ ഓ ഇതല്ലാതെ വേറെ എന്ത് പ്രശ്നം സാറേ ഇനി എന്നെ കേറ്റാൻ? ഒരു പ്രശ്നത്തിനും കൂടെ തീർപ്പ് കൽപ്പിച്ചിട്ട് ടീച്ചർ ഞാൻ ഇവിടെ എടുക്കാം. എന്തുവാ? ഈ സ്കൂളിൽ വരണ മുട്ടയും പാലും നിങ്ങൾ കൊണ്ടുപോകുന്നതായിട്ട് ഇവിടെ അറിവുണ്ട്. ഈ മുട്ടയും പാലും ആർക്കുള്ളതാണ്?
പിള്ളേർക്കുള്ളത് എന്റെ വീട്ടിൽ കിടക്കുന്ന എന്തൊരു പിള്ളേരല്ലേ? ഞാൻ ചുരിദാർ ഇട്ടെന്ന് പറഞ്ഞാലും സാരി ഉടുത്തെന്ന് പറഞ്ഞാലും നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ നോക്കിയാ പോരെ. അതാണ് സാറേ. സാറേ മാതാ പിതാ ഗുരു ദൈവം എന്നല്ലേ? അവിടെയും ഗുരു കഴിഞ്ഞിട്ടല്ലേ ദൈവത്തിന് സ്ഥാനമുള്ളു. അത്രയും വലിയൊരു സ്ഥാനമുള്ള സ്ഥാനം നിങ്ങൾ അലങ്കരിച്ച് വെച്ചിട്ട് എന്റെ കൂടെ ഇതൊക്കെ നിങ്ങളല്ലേ സാറേ പറഞ്ഞു തരേണ്ടത്? എന്ത് കഷ്ടം സാറ് പോയി. പോയാ ഇത്രയും കിടിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു. 9 മിനിറ്റ് സ്കിറ്റ് കളിച്ച് വെറുതെ സമയം കളഞ്ഞു. നേരത്തെ പൈസ വാങ്ങിച്ച് എപ്പോഴേ വീട്ടിൽ പോയിരുന്നു. ഗോപേ, ഓ നിന്റെ പെണ്ണും പിള്ളേരെ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്റെ കയ്യിലുണ്ട്. എന്താ സാറേ അത്? പിടി. വീണ്ടും സാരിയാ സാറേ? എത്രയെന്ന് പറഞ്ഞു സാറേ, എനിക്ക് വലിയ പ്ലേറ്റ് പിടിക്കായി. 15,000 രൂപയുടെ സാരിയാണ്. അയ്യേ ഇങ്ങട്. ഇത് കൊടുത്തോണ്ട് പെട്ടെന്ന് ക്ലാസ്സിൽ കയറി പഠിപ്പിച്ച ടീച്ചർ. അയ്യോ ഇന്ന് പറ്റത്തില്ല സാറേ. അതെന്ത്? ഇന്ന് എനിക്ക് ലീവ് വേണം. 15,000 രൂപയുടെ സാരി വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് ലീവ് വേണോന്നാ? ഓ പിന്നെ ഈ സാരി വെട്ടിത്തേച്ച് ചുരിദാറാക്കാൻ മിനിമം ഒരു ദിവസമെങ്കിലും വേണ്ടേ സാറേ? അത് വേണം സാറേ. ഗോപി, ഓ വിളിച്ചോണ്ട് ഇറങ്ങടാ. അപ്പൊ ഇവക്കുള്ള ജോലി ബിനാസ് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് പിന്നെ സ്കിറ്റൊക്കെ പെർഫോം ചെയ്തതാണ്. പക്ഷെ ഇത്തവണ ബിനാസ് വന്നപ്പോൾ 2 പേരെ അതെ. പുതിയതായിട്ട് കൊണ്ടുവന്നതാണ്. സോ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് നന്ദു ആൻഡ് അഞ്ജന. എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? കൊള്ളാം, വളരെ നന്നായിരുന്നു. ആയിവാ Anjana and Nandu. Yes. Superb. Welcome to Comedy Masters. നന്നായി ചെയ്തു. നല്ല ബോഡി ലാംഗ്വേജ് രണ്ടുപേരും. ഓക്കെ സൂപ്പർ. നീ ഇത്രയും നാൾ എവിടെയായിരുന്നു ഈ നന്ദു? എനിക്ക് എന്തറിയോ, നമുക്ക് കൊതി തോന്നുന്നത് സ്കിറ്റ് കളി കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു. നീ മുന്നേ എവിടെയെങ്കിലും പെർഫോം ചെയ്തിട്ടുണ്ടോ? പുതിയ ഒന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു. നമ്മൾ ആദ്യമായിട്ട് ഗംഭീരമായിരുന്നു. നീ പാരിപ്പള്ളി കൊല്ലം. പിന്നെ എനിക്ക് മാഷിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാഷെ നല്ല ബോഡി ലാംഗ്വേജ്, നന്നായി ബോഡി യൂസ് ചെയ്തിട്ടുണ്ട്. ഇതില് വെച്ച് നിങ്ങൾക്ക് ചെയ്യാനുള്ള എല്ലാ രീതിയിലും മുന്നോട്ടും ബെൻഡ് ചെയ്തു, പുറകോട്ടും ബെൻഡ് ചെയ്തു, സൈഡിലും പോയി. ആ വടിയാണോ മെലിഞ്ഞിട്ട് അല്ലാതെ മാഷാണോ മെലിഞ്ഞിട്ട് ആകെ മൊത്തം പ്രശ്നമായിരുന്നു. പക്ഷെ എന്തായാലും അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർട്ടി ഇല്ലെങ്കിലും ബിനാസിന്റെ ബോഡി അങ്ങ് ബിനാസ് തന്നെ ഒരു പ്രോപ്പർട്ടിയാണ്. അഞ്ജന നന്നായിട്ട് ചെയ്ത് പറയണല്ലോ. അഞ്ജന നന്നായിട്ട്. അപ്പൊ നിങ്ങൾ 3 പേരും കിടിലായിട്ട് ചെയ്തു. ഞങ്ങൾ എല്ലാരും നന്നായിട്ട് ചിരിക്കുകയും ചെയ്തു. ആ ചിരിയുടെ റിസൾട്ട് ഇപ്പം ബാറ്ററിയിൽ കാണാം. അങ്ങനെ ഒരു ചടങ്ങുണ്ട്, അറിയാലോ. ഇതിന് നമുക്ക് ആ ചടങ്ങിലേക്ക് പോയാലോ? എക്സൈറ്റഡ് ആണോ? അഞ്ജനയ്ക്ക് എന്തെങ്കിലും ഒരു ഫിഗർ ഉണ്ടാവും മനസ്സിൽ. എന്താ അഞ്ജന, എന്താ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉദ്ദേശം പറഞ്ഞോ. പ്രതീക്ഷിക്കുന്നില്ല. ഒന്ന് കണ്ട് പെർഫോം പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ പൈസ വേണ്ട. എന്നാലും ഒരു എമൗണ്ട് പറഞ്ഞേ. നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു സ്കിറ്റിന് എത്രയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറ. 50. ആ കോൺഫിഡൻസ് അല്ലല്ല, അത് ചിരിക്കാനുള്ളത് അത് അവന്റെ കോൺഫിഡൻസ് ആണ്. അല്ല, അപ്പൊ വാ, നമുക്ക് നോക്കാം. നിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി തുണ്ടന താളത്തിൽ ഞാൻ ഒരാൾ 50 പറഞ്ഞ് നിന്നാണ് 35. അപ്പൊ പറ, മനസ്സിൽ എത്രയായിരുന്നു വിചാരിച്ചത്? അല്ല, എനിക്ക് എന്ത് കിട്ടിയാലും സന്തോഷം. അത്രേ ഉള്ളൂ. സൂപ്പർ സൂപ്പർ അഞ്ജന. ചേച്ചിമാരെ ബസ്സിൽ പറയും പോലെ ബാക്കി 15 അടുത്ത സ്കിറ്റ് തരാം. ഇതിപ്പോ തന്നെ ഈ പൈസ കിട്ടും കയ്യോടെ. അങ്ങനെയാണ്. നമ്മുടെ ബാങ്ക് ഓഫ് ബോംബെ ആണ് ശ്വേത ചേച്ചി. ഇതാ ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യുവേ. 35,000 രൂപ. അപ്പൊ തുടക്കം ഗംഭീരമായി. ഇനി അങ്ങോട്ടേക്ക് കിടിലമായിട്ട് മുന്നേക്ക് വരാം. ഓക്കെ, പിന്നെ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് അഞ്ജന. ഓൾ ദി ബെസ്റ്റ് നന്ദു. Comedy Masters.